ആശ്രയമരുളും അഭയസങ്കേതം. Divine, divine, divine blessing. ദൈവം നൽകിയ സ്നേഹവരദാനം. Divine, divine, divine. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കൂടി എല്ലാവരെയും ഡിവൈൻ ബ്ലെസ്സിങ് എന്ന ഈ ശുശ്രൂഷയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ ആഴ്ച ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ കർത്താവിൻ്റെ അനുഗ്രഹങ്ങളും സ്നേഹവും പരിശുദ്ധാത്മാവിന് നിറവും സ്വീകരിച്ച് അനേകർ സന്തോഷവും സമാധാനവുമായി ഈ ധ്യാനത്തിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ സ്നേഹം അധികമായി അനുഭവിക്കുമ്പോൾ ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള സന്തോഷം, രോഗസൗഖ്യങ്ങൾ, തിന്മകളിൽ നിന്ന് മോചനം, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമുക്ക് ലഭിക്കുന്നതാണ്. വചനത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ വചനം പഠിപ്പിക്കുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 45-ാം വചനം, നിങ്ങൾ നന്മ ചെയ്യുന്നതിൽ തീഷ്ണതയുള്ളവരായിരിക്കണം. നന്മ ചെയ്യുന്നതിൽ തീഷ്ണതയും ദൈവകൃപയിൽ ആത്മീയ കാര്യങ്ങളിൽ താല്പര്യമുള്ളവരായി ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ നിറയുവാനായി പ്രാർത്ഥിക്കാം. ഈ ആഴ്ച കർത്താവ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയാം. ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനും ആത്മാവിൽ നിറയുവാനും നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഈ ആഴ്ച ഇവിടെ ആയിരുന്ന എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ ഓർക്കുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ച നടക്കുന്ന ശുശ്രൂഷകളിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. Divine, divine, divine blessing. Divine, divine, divine. അപ്പോസ്തല പ്രവർത്തനം 10-ാം അധ്യായം 44. അവിടെ ഇങ്ങനെയൊരു സംഭവം നമ്മൾ കാണും. ത്രിത്വൈക ദൈവത്തിൽ പരിശുദ്ധാത്മാവാകുന്ന ദൈവം ഇറങ്ങി വരികയാണ്. എപ്പോഴാ? ഒരാള് പ്രസംഗിക്കുക. ആ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്നവരിലേക്കാണ്, അശ്രദ്ധമായിട്ടിരിക്കുന്നവരിലേക്കല്ല. ആ പ്രസംഗം ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരിക്കുന്നവരിലേക്ക് സ്വർഗം തുറന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വന്നു. ഭാര്യമാർക്കാണ് ഭർത്താക്കന്മാരെ കുറിച്ച് കൃത്യമായിട്ട് അറിയുക. ഭാര്യമാർ ഭർത്താക്കന്മാരെ മനുഷ്യ എന്ന് വിളിക്കുമ്പോഴാണ് ഭർത്താക്കന്മാർക്ക് ദൈവമേ ഞാൻ മനുഷ്യനാണ് എന്നൊരു ബോധം തന്നെ വരണത്. ഈ സ്ത്രീജനങ്ങൾ നന്നായിട്ട് ചിരിക്കുന്നുണ്ട് കേട്ടോ ചേട്ടന്മാരെ. അത് അവരുടെ സ്വന്തം അനുഭവത്തിൽ നിന്നാണോ മറ്റുള്ളവരുടെ അനുഭവത്തിൽ നിന്നാണോ എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ മതി. നമ്മുടെ ബോധത്തിൻ്റെ സ്കെയിൽ അവരുടെ ഇല്ല. പക്ഷെ നമ്മുടെ രണ്ടു കൂട്ടരുടെയും സ്കെയില് ഒരെണ്ണല്ലേ നമ്മുടെ അതിൽ സുബോധം. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ട്, എന്താ സത്യം? യേശു പറഞ്ഞു, യോഹന്നാൻ 17:17 വചനമാണ് സത്യം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇക്കാരണത്താലാണ് സങ്കീർത്തന പുസ്തകത്തിൻ്റെ 119-ാം സങ്കീർത്തനം 130-ാം വാക്യത്തിൽ എഴുതപ്പെട്ട വചനം ഇങ്ങനെയാണ്:
ദൈവമേ, അങ്ങയുടെ വചനത്തിൻ്റെ ചുരുളഴിയുമ്പം പ്രകാശം പരക്കുന്നു, എളിയവർക്ക് അത് അറിവ് പ്രദാനം ചെയ്യുന്നു. കരയാനെനിക്കൊരു കരളേകുനാഥ, കരയെല്ലാം കഴുകിടുവാ. വരമേകുനാഥ, കൃപയേകുനാഥ, അനുതാപപൂരിതനാകാ. ഭൗതികമായ ചില നന്മകൾക്കും ചില പ്രശ്ന പരിഹാരത്തിനും വേണ്ടി മനുഷ്യൻ ദൈവത്തോട് അടുക്കാൻ ശ്രമിക്കുന്നു. അത് തന്നെയാണ് ദൈവാനുഭവത്തിൻ്റെ ആഴങ്ങളിൽ വളരാൻ കഴിയാത്തതിൻ്റെ ഏറ്റവും വലിയ കാര്യം. ഏതാനും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുക എന്നുള്ളതല്ല ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് നിന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. എന്നേക്കും സുരക്ഷിതമായി നിന്റെ സകല ആവശ്യങ്ങളും നിവർത്തിച്ചു തരുവാനും തൻ്റെ ആത്മാവ് വഴി തൻ്റെ സാന്നിധ്യത്തെ ബോധ്യപ്പെടുത്തിയ അനുഭവങ്ങളിലൂടെ വിശ്വസിപ്പിക്കുവാൻ കഴിയുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലാണ് നീ ജീവിക്കുന്നത്. Divine, divine, divine blessing. Divine, divine, divine. നമ്മെ എല്ലാവരെയും വീണ്ടെടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. വീണ്ടെടുക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, എന്തോ നഷ്ടപ്പെട്ടു പോയത് തിരിച്ചു പിടിക്കുന്നതാണ് വീണ്ടെടുക്കുക, അല്ലേ? ആണോ അല്ലയോ? അതെ, നഷ്ടപ്പെട്ടു പോയത് തിരികെ പിടിക്കുന്നതാണ് വീണ്ടെടുക്കുക. എന്താണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയത്? എന്താണ് നഷ്ടപ്പെട്ട്? എന്തെങ്കിലും നഷ്ടപ്പെട്ടാണല്ലോ അത് വീണ്ടെടുക്കേണ്ടി വരുന്നത്. നഷ്ടപ്പെട്ടു പോയത് എന്തെന്ന് ചോദിച്ചാൽ, ദൈവം നമുക്ക് ദാനമായി നൽകിയ അവിടുത്തെ കൃപാവരങ്ങൾ, അവിടെ നിന്ന് നമുക്ക് നൽകിയ അവിടുത്തെ ദാനങ്ങൾ, അവിടെ നിന്ന് നൽകിയ സ്നേഹം, അവിടെ നിന്ന് നമുക്ക് നൽകിയ കാരുണ്യം. ദൈവം നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ടോ അതൊക്കെ ലോകത്തിൻ്റെ തിരക്കുകളുടെ നടുവിൽപ്പെട്ട് നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ നഷ്ടപ്പെട്ടു പോയതെല്ലാം തിരികെ പിടിക്കാനായിട്ടുള്ള പരിശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഞാനും നിങ്ങളും ഒക്കെ മനുഷ്യരാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ മനുഷ്യരാണ്, നമുക്ക് ബലഹീനതകളുണ്ട്, നമുക്ക് കുറവുകളുണ്ട്, പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ നമ്മുടെ കുറവുകളുടെയും ബലഹീനതകളുടെയും നടുവിൽ ചിലപ്പോഴൊക്കെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന നല്ല നിക്ഷേപങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്. ഹല്ലേലൂയ. നമുക്കാർക്കും നമ്മൾ നീതിമാനാണ്, നമുക്ക് കുഴപ്പമൊന്നുമില്ല, നമുക്കൊരു തെറ്റ് സംഭവിച്ചിട്ടില്ല, ഇതൊന്നും നമുക്ക് പറയാനില്ല. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ സദാസമയം തിന്മയിലേക്ക് ചാഞ്ഞിരിക്കുന്നവരും ബലഹീനതകളും കുറവുകളും ഉള്ളവരാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ഈ മണിക്കൂറിൽ തിരിച്ചറിയുക, എനിക്ക് എൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ ചിലതെല്ലാം ഉണ്ട്, എനിക്കത് വീണ്ടെടുക്കേണ്ടിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം അതിനുള്ള പരിശ്രമമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് സിസ്റ്റർ മിൽഡ. ഞാൻ CMC സഭയിലെ അംഗമാണ്. ഞാൻ ഇൻഡോർ പ്രോവിൻസിലാണ്. ഞാൻ ഫാമിലിയായിട്ട് ധ്യാനം കൂടാൻ വന്നതാണ്. ഇവിടെ വന്ന ദിവസം മുതലേ നല്ല ദൈവാനുഭവമാണ് കിട്ടുന്നത്. ഉള്ളിൽ വലിയൊരു സമാധാനം, ശാന്തി കിട്ടി. പരിശുദ്ധാത്മാവിൻ്റെ കൃപകൾ കിട്ടാൻ വേണ്ടി പ്രധാനമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു വലിയ അഭിഷേകമായിട്ട് തോന്നി. കുമ്പസാരം ആണെങ്കിലും കൗൺസിലിംഗ് ആണെങ്കിലും വലിയൊരു അഭിഷേകമായിട്ട് തോന്നി. പിന്നെ ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ വലിയൊരു സമാധാനം തോന്നി. അങ്ങനെ നന്നായിട്ട് പോകുന്നു. ഈ ധ്യാനം ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമായിട്ട് കർത്താവ് മാറ്റുമെന്ന് വിശ്വസിക്കുന്നു. ദാനിയേൽ പ്രവചനം 3-ാം അധ്യായം 17-ാം വചനം. ദാനിയേൽ 3:17. എന്തെന്നാൽ അങ്ങയിൽ ആശ്രയിക്കുന്ന ആരും ലജ്ജിതരാവുകയില്ല. എന്തെന്നാൽ അങ്ങയിൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവരാരും ലജ്ജിതരാവുകയില്ല. വചനം നമ്മോട് പറയുക, നീ ദൈവത്തിൽ ആശ്രയിച്ചു, നീ ഒരിക്കലും ലജ്ജിതനാവാൻ ദൈവം അനുവദിക്കില്ല, ദൈവം സമ്മതിക്കില്ല. നീ ദൈവത്തിൽ ആശ്രയിച്ചു, നീ ഒരിക്കലും അവിടുന്ന് നിരാശപ്പെടാൻ, ലജ്ജിതനാവാൻ ദൈവം അനുവദിക്കില്ല. കാരണം സ്നേഹമുള്ളവരെ, നാം ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ നമ്മൾ ശക്തരാവുകയാണ്. നാം ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ നാം ശക്തി പ്രാപിക്കും. ഏതു പ്രതിസന്ധിയും തരണം ചെയ്യാൻ സാധിക്കും. നാം ദൈവത്തിൽ ആശ്രയിക്കുമ്പോഴാണ് സ്നേഹമുള്ളവരെ നമ്മൾ ശക്തരാകുന്നത്.
നമ്മൾ ശക്തരായി കഴിഞ്ഞാൽ ഏത് പ്രതിസന്ധിയെ നമുക്ക് തരണം ചെയ്യാം, നമുക്ക് അഭിമുഖീകരിക്കാം. ദൈവാശ്രയത്തിൽ വളരുന്നവരാ ശക്തരെന്ന് പറയുന്നത്. ഈ ലോകത്തിലെ ഏറ്റവും ശക്തനായ മനുഷ്യൻ ആരാന്നറിയാവോ? ഈ ലോകത്തിലെ ഏറ്റവും ശക്തനായ മനുഷ്യൻ പ്രാർത്ഥിക്കുന്ന മനുഷ്യനാ. പ്രാർത്ഥിക്കുന്നവനാണ് ഏറ്റവും ശക്തൻ. അതുകൊണ്ട് വിശുദ്ധ വിൻസെന്റ് പോൾ പറയുന്നത്, പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനെ ഇങ്ങതാ, അവനെ കൊണ്ട് എന്തും ചെയ്യിപ്പിക്കാം. കാരണം സ്നേഹമുള്ളവരെ, പ്രാർത്ഥിക്കുന്നവനാണ് ശക്തനായ മനുഷ്യൻ. ദൈവത്തിൽ ആശ്രയിക്കുന്നവനാണ് ശക്തനായ മനുഷ്യൻ. ഹല്ലേലൂയ. എൻ്റെ പേര് സ്നേഹ, ഞാൻ വരുന്ന കോട്ടയത്തു നിന്നാണ്. ഞാൻ ഇവിടെ വന്നത് എൻ്റെ ജീവിതത്തിലേക്ക് എനിക്ക് എൻ്റെ മുന്നിലോട്ടുള്ള 2 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പം അതിലേത് തിരഞ്ഞെടുക്കണം എന്നുള്ളൊരു ഇതിലോട്ടാണ് മെയിനായിട്ട് വന്നത്. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞിട്ട് എനിക്കത് ഒരു കറക്റ്റ് രൂപം കിട്ടി. ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഞാൻ ഏത് രൂപം, എങ്ങോട്ടാണ് പോകേണ്ടത്, ഏതാണ് എൻ്റെ റൂട്ടെന്ന് എനിക്ക് ഇവിടെ വന്ന് മനസ്സിലായി. ഞാൻ ചോദിച്ചത്, നിങ്ങൾ കുമ്പസാരിച്ചോ? അപ്പോൾ അവൾ പറഞ്ഞു കുമ്പസാരിച്ചു. ഞാൻ ആശുപത്രി പോയി അബോർട്ട് ചെയ്തതിന് ശേഷം നേരെ പള്ളിയിൽ പോയി കുമ്പസാരിച്ചു. ഒരു നിമിഷം പോലും, ഒരു തരി പോലും അനുതാപമില്ലാതെ കുർബാന സ്വീകരിക്കാനുള്ള NOC കിട്ടാൻ, ലൈസൻസ് കിട്ടാൻ വേണ്ടി മാത്രം കുമ്പസാരിച്ച ഒരു സ്ത്രീ. അനുതാപമില്ല. തൻ്റെ ഉദരത്തിൽ ദൈവം ഏദൻ തോട്ടത്തിൽ ആദിയിൽ മനുഷ്യനെ സൃഷ്ടിച്ച സ്ഥലത്തെ പരിഭാവനത മുഴുവനും ഉൾക്കൊള്ളേണ്ട ഒരു ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞിനെ വെട്ടിനുറുക്കി കൊല്ലാൻ കാപാലികനായ ഡോക്ടറും ക്രൂര മനസ്സുള്ള ഒരു അമ്മയും ആ ഗർഭം നൽകിയ പുരുഷനും കൂട്ടുനിൽക്കുമ്പോൾ 3 പേര് കൂടി, അതിൽ കൂട്ടുനിന്നവരെല്ലാവരും കൂടി ഈ ജീവൻ അവിടെ നിന്ന് പിരിച്ചെടുക്കുമ്പോൾ ആ കുഞ്ഞിന്റെ വേദന ആരറിയുന്നു? ആ കുഞ്ഞിന് ജീവൻ നൽകിയ ദൈവത്തിന്റെ വേദന ആരറിയുന്നു? ആ കുഞ്ഞു വഴി ലോകത്തുണ്ടാകേണ്ട അനുഗ്രഹങ്ങൾ മുഴുവൻ നിഷേധിക്കപ്പെട്ടത് ആരറിയുന്നത്? ആ കുഞ്ഞ് ആരായിത്തീരേണ്ട കുഞ്ഞായിരുന്നു? ആ കുഞ്ഞിനെ ക്രൂരമായി വെട്ടിനുറുക്കി കൊന്നിട്ട് ആ രക്തം കുടിച്ചിട്ട് നിങ്ങൾ എന്ത് തേടി? ഇതൊന്നും ചിന്തിക്കാതെയാണ് ഒരു കുമ്പസാരം നടത്തി. അനുതാപമില്ലാത്ത കുമ്പസാരം കൊണ്ട് എന്ത് പ്രയോജനം? എൻ്റെ പേര് ജിസ്ന, ഞാൻ നിലമ്പൂരിൽ നിന്നാണ് വരുന്നത്. എനിക്കുണ്ടായ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പം ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തു, പിന്നെ ഒരുപാട് അഭിഷേകം നേടാൻ പറ്റിയെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം അവസാനത്തെ ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവ് സത്യത്തിൽ എന്നെ തൊട്ടതുപോലെ ആയിപ്പോയി. കാരണം എനിക്ക് കയ്യിലും കാലിലൊക്കെ കരണ്ട് അടിക്കുന്ന ഫീലായിരുന്നു. എനിക്ക് ഇതിനു മുമ്പ് ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. അപ്പം ഈ ഒരു ധ്യാനം കൊണ്ട് എനിക്ക് വളരെ നല്ലൊരു മാറ്റം, ആത്മീയ ഉണർവ് നൽകാൻ സഹായിച്ചു. Divine, divine, divine blessing. Divine, divine, divine. ഈ ആലയത്തിൽ വന്ന് 1-ാം ദിവസം പിറുപിറുപ്പും ഭാരവും, കിടപ്പ് രോഗിയാണ്, എന്തു ചെയ്യും? എന്നാൽ ഈ ധ്യാന മന്ദിരത്തിൽ വന്ന് ഇവിടെ പേര് വിളിച്ചു പറഞ്ഞ് ആ കിടപ്പ് രോഗി ഇവിടെ എഴുന്നേറ്റ് നിന്ന് സാക്ഷ്യം പറഞ്ഞത്. ഇന്ന് ഒരു 1/4 മണിക്കൂറോളം ഞാൻ അപ്പം ആ സ്ത്രീയെ കേൾക്കുകയായിരുന്നു. ആ സ്ത്രീ എന്നോട് പറഞ്ഞു, അച്ഛാ, നമ്മുടെ ദൈവം നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നും അല്ലച്ചാ. ഓ, സർവശക്തനായ ദൈവം. അച്ഛൻ ഇപ്പം ഞാനിവിടെ ഇരിക്കുന്നില്ല അച്ഛാ, അത് കർത്താവിൻ്റെ കാരുണ്യമാണച്ചാ. ഞാൻ കിടപ്പ് രോഗിയായിരുന്നു, എൻ്റെ മുതുകിൽ ഡിസ്കകന്നിരിക്കുകയായിരുന്നു, എൻ്റെ ശരീരത്തിലെ ഈ ഞരമ്പുകൾ ചതഞ്ഞരന്ന് അമർന്നിരിക്കുകയായിരുന്നു. എന്നാൽ കർത്താവിനെ തൊട്ടു അച്ഛാ, കർത്താവിനെ തൊട്ടു. കർത്താവിനെ തൊട്ട് കഴിഞ്ഞപ്പോൾ എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല. എൻ്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് ഈ പ്രസന്ന എന്ന് പറയുന്ന സ്ത്രീ ചാടി എഴുന്നേറ്റിട്ട് അച്ഛനോട് പറയാം, അച്ഛാ, ഞാനിപ്പോൾ കർത്താവിന് വേണ്ടി ഡാൻസ് ചെയ്യും, ഞാൻ കർത്താവിന് വേണ്ടി എന്ത് ശുശ്രൂഷയും ചെയ്യും. കാരണം എൻ്റെ ശരീരത്തെ നിയന്ത്രിക്കുന്നത് കർത്താവാണ്. ഹല്ലേലൂയാ.
അപ്പോൾ നമ്മുടെ ഭാരങ്ങളെല്ലാം ജീവിതം കർത്താവിന് ഭരമേൽപ്പിച്ച് നമ്മുടെ ഭാരങ്ങളെല്ലാം അവനെ ഏൽപ്പിച്ചു കഴിയുമ്പോൾ അവൻ നമ്മെ നോക്കിക്കൊള്ളും. എന്നിട്ട് തുടർന്ന് നമുക്ക് വായിക്കാം 6-ാം തിരുവചനം. അവിടുന്ന് പ്രകാശം പോലെ നിനക്ക് നീതി നടത്തി തരും, മധ്യാഹ്നം പോലെ നിന്റെ അവകാശവും. ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് നമുക്ക് നീതി നടത്തി തരും. അവനിൽ ആശ്രയിക്കുക, സകലതും അവനെ ഭരമേൽപ്പിക്കുക. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും അനുഭവിക്കണമെങ്കിൽ നാം ചെയ്യേണ്ടത് മറ്റൊന്നുമല്ല, കർത്താവിൽ ആശ്രയിക്കണം. ഭാരങ്ങളെല്ലാം അവനെ ഏൽപ്പിക്കുക. അവൻ നമുക്ക് നീതി നടത്തിത്തരുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ജിയോ, ഇതെൻ്റെ അമ്മ ബിന്നി, ഇതെൻ്റെ അമ്മയുടെ ചേച്ചിയാണ് ബിജി സജി. ധ്യാനം കൂടിയപ്പോൾ വളരെ നല്ല അനുഭവമാണ് ഉണ്ടായത്. ഞങ്ങൾ കോതമംഗലത്തു നിന്നാണ് വരുന്നത്. ഒരാഴ്ചയായി ധ്യാനം കൂടുന്നു. നല്ലൊരു അനുഭവം ആയിരുന്നു. നല്ലൊരു ദൈവാനുഗ്രഹവും ഞങ്ങൾക്ക് നൽകിയതായിട്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞാൻ ആലുവയിൽ നിന്ന് വരുന്നത്. എൻ്റെ പേര് ബിജി സജി എന്നാണ്. ഇവിടെ വന്നപ്പോൾ കുറേ വിഷമം കൊണ്ടാണ് വന്നത്. അതെല്ലാം തമ്പുരാൻ്റെ കയ്യിൽ ഏൽപ്പിച്ചപ്പം നല്ലൊരു മനസ്സുകൊണ്ട് ദൈവം നടത്തുന്നുള്ള ഉറപ്പിൽ നല്ലൊരു അനുഭവമുള്ള ധ്യാനമായിരുന്നു. എൻ്റെ പേര് റോബിൻ. ഞാൻ കോഴിക്കോട് ജില്ലയിലെ കോടഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വരുന്നു. ഞാനൊരു ടീച്ചറാണ്. ഞാൻ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു ധ്യാനം കൂടണം എന്നുള്ളത്. ഏകദേശം 1.5 വർഷത്തിന് ശേഷമാണ് ഞാനിവിടെ വീണ്ടും വരുന്നത്. എനിക്ക് പേഴ്സണലി വലിയൊരു അനുഭവമായിരുന്നു. എന്നെ സംബന്ധിച്ച് വിശ്വാസമൊക്കെ വളരെ ഡൗൺ ആയി നിൽക്കുന്ന ഒരു സമയത്ത് ഞാൻ അവിടെ വന്നത്. പിന്നെ പ്രൊഫഷണലി ഞാൻ കുറേ പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇവിടെ വന്ന് ഈ 5 ദിവസം ധ്യാനം കൂടിയപ്പോൾ എനിക്ക് വ്യക്തിപരമായിട്ട് വളരെയധികം ഒരു റിലീഫ് വന്നു. എന്നാലും ദൈവം എൻ്റെ ലൈഫിൽ ഇടപെട്ടു. യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ ആരാധന. എൻ്റെ പേര് റിൻസി. ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു. എനിക്ക് ഇവിടെ കൺവെൻഷൻ വന്നതോടുകൂടി പരിശുദ്ധാത്മാവിൻ്റെ ഒരു അനുഗ്രഹം ലഭിച്ചു. മാനസാന്തരത്തിനുള്ള അനുഗ്രഹമാണ് എനിക്ക് ലഭിച്ചത്. കൈകളിൽ ഒരു വിറയലായിട്ട് അനുഭവപ്പെട്ടു. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. Divine, divine, divine blessing. Divine, divine, divine. പ്രിയപ്പെട്ടവരെയും, നമ്മുടെ ഈ കൂട്ടായ്മയിൽ ധാരാളം മാതാപിതാക്കന്മാരുണ്ട്. പല മാതാപിതാക്കന്മാരുടെ ഉള്ളിൽ മക്കളെക്കുറിച്ചുള്ള ആകുലത, ഉത്കണ്ഠ ഇതെല്ലാമുണ്ട്. നമ്മൾ പഴയ നിയമത്തിലേക്ക് നോക്കിയാൽ അബ്രാഹത്തിന് 100 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ഇസഹാക്ക് ജനിച്ചത്. അങ്ങനെ വാർദ്ധക്യത്തിൽ കൊച്ചു ജനിച്ചത് കൊണ്ട് അബ്രാഹത്തിന്റെ ഉള്ളില് മകനെക്കുറിച്ച് ഒത്തിരി ആകുലതയുണ്ട്. അങ്ങനെ മകനെക്കുറിച്ചുള്ള ആകുലത കൊണ്ട് നിറഞ്ഞ അബ്രാഹത്തോട് ദൈവം പറഞ്ഞു, നിന്റെ മകനെ എനിക്കായിട്ട് ബലിയർപ്പിക്കുക. അബ്രാഹം അതിന് തയ്യാറായി. അങ്ങനെ നമുക്ക് ആ കഥ അറിയാം. ഈ മാതാക്കന്മാര് മക്കളെക്കുറിച്ച് ഇങ്ങനെ ഓർത്ത് ആകുലപ്പെട്ടിരിക്കുമ്പോൾ മാതാക്കന്മാർ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ബന്ധങ്ങളുടെ നടുവിൽ ബലിപീഠം ഉണ്ടാക്കുക എന്നതാണ്. അങ്ങനെയാണ് ബന്ധങ്ങളെല്ലാം നേരെയാക്കി എടുക്കുക.
ഏതെങ്കിലും ബന്ധങ്ങളിൽ പിരിമുറുക്കമുണ്ടെങ്കിൽ, പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ ബന്ധത്തിന് നടുവിൽ ബലിപീഠമുണ്ടാക്കണം. അബ്രാഹവും ഇസ്ഹാക്കും തമ്മിലുള്ള ബന്ധത്തിന് നടുവിൽ അബ്രാഹം ബലിപീഠമുണ്ടാക്കി. ഹല്ലേലൂയ എന്ന് ഒത്തിരി മാതാക്കന്മാർ മക്കളെക്കുറിച്ച് ഓർത്ത് ആവശ്യമില്ലാതെ വേദനിച്ചുകൊണ്ടിരിപ്പുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്തെല്ലാം കുറവുകൾ മക്കളെക്കുറിച്ച് പറയാനുണ്ടെങ്കിൽ പോലും അതിന് പ്രധാനപ്പെട്ട കാരണം മാതാപിതാക്കന്മാർ വളരാതിരിക്കുന്നത് കൊണ്ടാണ്. ആ ഒരു സ്നേഹത്തിൽ വളരുന്നില്ല. മാതാക്കന്മാരുടെ പലരുടെയും സ്നേഹം അത് ഒരു പൊസസീവ് ലവ് ആണ്. എൻ്റെ മോൻ, എൻ്റെ മോൻ, എൻ്റെ മോൻ, അതാണ് പൊസസീവ് ലവ്. 12 വയസ്സ് വരെ കുഴപ്പമില്ല, ഇരുന്നോട്ടെ, പൊസസീവ് ലവ്. അത് കഴിഞ്ഞാൽ മാതാപിതാക്കന്മാരിൽ നിന്ന് ആ പൊസസീവ് ലവ് മാറണം. അത് എങ്ങനെയാണ് പൊസസീവ് ലവ് കത്തിച്ചു കളയുന്നത്? ബലിപീഠത്തിൽ വെച്ച് നന്ദിയും സ്തുതിയും പറഞ്ഞ് പ്രാർത്ഥിക്കുക. അപ്പോൾ ആ എൻ്റെ എന്നത് കത്തിപ്പോകും. എൻ്റെ എന്ന് കത്തിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്തായിരിക്കും കടന്നു വരിക? ദൈവത്തിൻ്റെയാണ്. അങ്ങനെ മക്കളെ ദൈവത്തിൻ്റെ മക്കളായി കാണുക. ഞാൻ ആലുവയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഞായറാഴ്ച മുതൽ ധ്യാനത്തിന് വന്നതാണ്. വരുന്ന സമയത്ത് എനിക്ക് ചെറുതായിട്ട് വരുന്നതിന് മുൻപ് എനിക്ക് നടുവേദനയായിരുന്നു. 3 മാസം റെസ്റ്റായിട്ടാണ് ഞാനിവിടെ വന്നത്, നടക്കാൻ പോലും പറ്റാണ്ട്. പക്ഷെ വരുന്ന സമയത്ത് എനിക്ക് അതുപോലെ തന്നെയായിരുന്നു വൈകുന്നേരം. പക്ഷെ വൈകുന്നേരത്തെ ആ ദിവികാരന് എഴുന്നള്ളിച്ച് വെച്ചുള്ള ഒരു പ്രാർത്ഥനയിൽ അച്ഛൻ പറഞ്ഞു നടുവേദന ഉള്ളവരെ ദൈവം സുഖപ്പെടുത്തുന്നുണ്ടെന്ന്. എനിക്കത് വിശ്വാസമായിരുന്നില്ല. കാരണം ആ സമയത്ത് എനിക്ക് നല്ല നടുവേദന ഉണ്ടായിരുന്നു, നടക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ അന്ന് ഞാൻ അങ്ങനെ പോയി. അച്ഛൻ സാക്ഷ്യം പറയാൻ പറഞ്ഞു, ഞാൻ പോയില്ല. പിറ്റേ ദിവസം ഞാൻ രാവിലെ എഴുന്നേറ്റ സമയത്ത് എനിക്ക് നടുവേദന ഉള്ളതായിട്ടൊന്നും തോന്നിയില്ല. കാരണം അന്ന് ഞാൻ ഞൊണ്ടിയല്ല നടന്നിരുന്നത്. ഈ സ്റ്റെപ്പ് ഞാൻ മുകളിലേക്ക് കയറുന്നത് പോലും ഞൊണ്ടിയിട്ടായിരുന്നു. ഇപ്പം ഞാൻ അതിൻ്റെ മുകളിലേക്ക് കയറുമ്പോൾ എനിക്ക് ഒരു കുഴപ്പമില്ല, നടുവേദന മാറിയിട്ടുണ്ട്. അതുപോലെ കാലിന് ചെറിയൊരു ബലക്കുറവുണ്ടായിരുന്നു, അത് മാറി. ഇവിടെ വന്നതിന് ശേഷം മനസ്സിലുണ്ടായിരുന്ന സങ്കടങ്ങളും ഒത്തിരി ഭാരം ഉണ്ടായിരുന്നു, അത് മാറി. വളരെ സന്തോഷമുണ്ട്, സമാധാനമുണ്ട്. ദൈവത്തിന് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, 4 സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ നമ്മുടെ കർത്താവ് രോഗികളെ സുഖപ്പെടുത്തിയപ്പോൾ പ്രത്യേകമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒന്ന്, രോഗി സൗഖ്യം പ്രാപിക്കുവാനായിട്ട് ആ രോഗിയിൽ പാപത്തിൻ്റെ മേഖലകളുണ്ടെങ്കിൽ പാപക്ഷമ കൊടുത്ത് ഈശോ രോഗിയെ സുഖപ്പെടുത്തുന്നുണ്ട്. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാ. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാ. കരമേറ്റി തുള്ളിച്ചാടി കൊടുങ്കാറ്റായി വീശേണമേ, ആത്മനദിയായി ഒഴുകേണം. Divine, divine, divine blessing. Divine, divine, divine. മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, വലിയ സന്തോഷത്തിൻ്റെ ഒരനുഭവത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ധ്യാനകേന്ദ്രത്തിലേക്ക് വന്നപ്പോൾ നമ്മളിൽ പലർക്കും മനസ്സിന് ദുഃഖഭാരം ഉണ്ടായിരുന്നു, മനോപീഡ ഉണ്ടായിരുന്നു, ക്ഷമിക്കാൻ പ്രയാസമുണ്ടായിരുന്നു, പലപ്പോഴും വിദ്വേഷവും വെറുപ്പിൻ്റെയും ചിന്തകൾ വരുന്നുണ്ടായിരുന്നു. എന്നാൽ ഈ 5 ദിവസത്തെ ധ്യാനത്തിലൂടെ ക്ഷമിക്കാനുള്ള ശക്തി കിട്ടി, കരുണ കാണിക്കാനുള്ള ശക്തി കിട്ടി,
അനേകർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കാനുള്ള ശക്തിയും സന്തോഷവും കിട്ടി. ഈ വലിയ കൃപയ്ക്കായിട്ട്, ഈ വൻ കൃപ അഭിഷേകത്തിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഓരോ ആഴ്ചയിലും ആയിരങ്ങൾക്കാണ് ഈ അഭിഷേകം പുതുതായിട്ട് കിട്ടുന്നത്. അതൊരു പകർച്ച പോലെ മറ്റുള്ളവരിലേക്ക് ഈ സന്തോഷവും സ്നേഹവും നന്മയും പകരുന്നത് കണ്ട് നമ്മളെല്ലാവരും ആനന്ദിക്കുകയാണ്. നല്ല ദൈവത്തിന് ആയിരം ആയിരം നന്ദി, സ്തുതി, സ്തോത്രം. നമ്മൾ യേശുവിൻ്റെ പ്രേക്ഷിതരായി നമുക്ക് ജീവിക്കാം. അനേകരെ യേശുവിലേക്ക് കൊണ്ടുവരുന്നവരായി നമുക്ക് ജീവിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി.